സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആർക്കെങ്കിലും ദുഃഖമോ മനോവേദകളോ ഉണ്ടെങ്കിൽ അയാൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. വബ്നു അബ്ദിക, ഞാൻ നിന്റെ അടിമയുടെ മകനാണ്. വബ്നു അമതിക, ഞാൻ നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ്. നാസിയതി ബിയദിക, എന്റെ മൂർധാവ് നിന്റെ കയ്യിലാണ്. മാലിം ഫീ ഹുക്മുക, എന്റെ കഴിഞ്ഞു പോയതെല്ലാം നിന്റെ തീരുമാനപ്രകാരമാണ്. അദ്ലും ഫീയ ഖലാഉക, നീ എനിക്ക് വിധിച്ചതെല്ലാം എന്നിൽ നീതിവൃത്തം വന്ന സംഗതികളാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, നിനക്കുള്ള മുഴുവൻ പേരുകളും മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക, നിനക്ക് തന്നെ നീ നൽകിയ നാമങ്ങൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങൾ. ഔ അൻസൽതഹു ഫീ കിതാബിക, അല്ലെങ്കിൽ നിന്റെ കിതാബിൽ നീ അവതരിപ്പിച്ച നാമങ്ങൾ. അവിസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, അല്ലെങ്കിൽ നിന്റെ അടുക്കലുള്ള അദൃശ്യമായ വിജ്ഞാനത്തിൽ നീ ഗോപ്യമാക്കി വെച്ച നാമങ്ങൾ എന്ന് പറയാണ്. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, അല്ലാഹുവേ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ. വനൂറ സ്വദിരി, എൻ്റെ നെഞ്ചിന്റെ പ്രകാശമാക്കണമേ. വജലാഹ ഹുസ്നി, എൻ്റെ ദുഃഖത്തെ നീക്കിക്കളയുന്നതും. വദഹാബ ഹമ്മി, എൻ്റെ മനോവ്യതകളെ പോക്കിക്കളയുന്നതുമാക്കണമേ. ഈ പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ നബി പറയാണ്, ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു, അവന്റെ മനപ്രയാസങ്ങളും മനോവ്യതകളും ദുഃഖവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പോക്കിക്കളയാതിരിക്കുകയില്ല. വഅബ്ദലഹു മകാനഹു ഫറഹൻ, ആ ദുഃഖത്തിന്റെ സ്ഥാനത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സന്തോഷം പകരം നൽകുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞപ്പോ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് അലാ നതഅല്ലമുഹാ, നബിയെ ഞങ്ങളിത് പഠിക്കണോ? നബി പറഞ്ഞു, ബല, അതെ. യംബഗി ലിമൻ സമിഅഹാ അൻ യതഅല്ലമഹാ, ഇത് കേട്ടവർ നിർബന്ധമായി ഇത് പഠിക്കണമെന്നാണ്. എപ്പോഴും മനസ്സിൽ പ്രയാസമാണ്, ടെൻഷനാണ്, മനസ്സിന് സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു നടക്കാന്നുള്ളതല്ലാതെ ഇതുപോലെ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ നമ്മൾ പതിവാക്കാറുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം.